നല്ല സോഫ്റ്റായ പാലപ്പവും കൂടെ നല്ലൊരു വെജിറ്റബിൾ കുറുമയും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണിത്. അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു കഴുകിയെടുത്ത് നമുക്കിത് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന അവൽ, മീഡിയം ടൈപ്പ് അവലാണ് അതിനെടുത്തിരുന്നത്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നവലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകി തന്നെ ഉടനെ അങ്ങ് അരച്ചെടുക്കാൻ പറ്റും. തേങ്ങ ഒരു 1/4 കപ്പ്, അരി എടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 കപ്പ് അവലും 1/4 കപ്പ് തേങ്ങയുമാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ ഇരിക്കണം. ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ സോഫ്റ്റ് ആവാനായിട്ട് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് വേണം എടുക്കാനെങ്കിൽ അതിന് അത്രയും ഫെർമെൻറ്റേഷനൊക്കെ നടക്കുകയുള്ളൂ. അതുപോലെ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ 1 മണിക്കൂറൊക്കെ വെളിയിൽ വെച്ചതിന് ശേഷം മാത്രം വേണം ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ കൂടിയിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ അരച്ച് നമ്മൾ ആ മാവിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇതിനെ അടച്ച് നമുക്ക് ഓവർനൈറ്റ് ഇത് പുളിപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. നെക്സ്റ്റ് ഡേ ആയി. നമുക്കിനി അപ്പത്തിനൊരു കറി ഉണ്ടാക്കാം. നല്ലൊരു വെജിറ്റബിൾ കുറുമ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്തു, 1.5 മുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതായതുകൊണ്ട് അത്ര ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ചട്നിക്കടലയൊക്കെ ഇല്ലേ, അത് ചേർത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചേർത്തു. പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പട്ടാണി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുക്കറിലേക്ക് ഓയിലൊഴിച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, ഒരു 2 കഷ്ണം ഗ്രാമ്പു. കൂടുതൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇത്രയും ചേർത്താൽ മതിയാവും. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും.
ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. മല്ലിയോ ഗരം മസാല ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് ബീൻസ് ഉണ്ടല്ലോ, അത് ചേർക്കാം. അത് ചേർത്താൽ പച്ച വാസന മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കാം. കുറച്ചൊന്ന് നന്നായിട്ട് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. വെജിറ്റബിൾസ് ചേർത്ത് ഇതുപോലെ ഒരുപാട് സമയം അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ആയാൽ മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം അങ്ങനെ ചേർക്കേണ്ട. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള കറിയല്ലേ ഇതിനൊക്കെ നല്ലത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതിയാവും. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തു. നമുക്കിനി കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ടാവും. പിന്നെ കുക്കറിൻ്റെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം കണ്ടില്ലേ. 2 വിസിൽ വന്നു. അത് പ്രഷറൊക്കെ പോയി നോക്കിയപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടിരിപ്പുണ്ട്. വെള്ളമൊന്നും ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം അതിലേക്ക് അല്പം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നുള്ള് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്നിട്ട് കമൻറ്റൊക്കെ ഇടുകയും ചെയ്യണം, ഇങ്ങനെയാണോ നിങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അടുത്തത് അപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. പിന്നെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ച് വെക്കാം. നന്നായിട്ട് കണ്ടില്ലേ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ നല്ല ചൂടുള്ളപ്പം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം ഒരു ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ഇത് സൈഡൊക്കെ മൊരിയണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനിടയ്ക്ക് വെച്ചാൽ മതിയാവും. ഇത് നമ്മൾ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ തന്നെ നല്ല കളറുണ്ടെങ്കിൽ തന്നെ കണ്ടില്ലേ, മുരിഞ്ഞ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ തീരെ തിക്കായിട്ടുള്ള മാവ് നമ്മൾ എടുക്കരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അപ്പം നമുക്കിതുപോലെ സോഫ്റ്റായിട്ടുണ്ടാക്കാം. ഒരുവിധം ലൂസായിട്ടുള്ള ബാറ്ററായിരിക്കും നമ്മളെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കിയ പാലപ്പം, അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്.
കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.